ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ മാവ് ചേർക്കുക, ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ പൊടിയുമായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒഴുകുന്ന പരുവത്തിൽ കലക്കിയെടുക്കുക. പാൻ കേക്ക് ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ടതിന് ശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് 1.5 ഡെസേർട്ട് സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് പഞ്ചസാര നന്നായിട്ട് അഴിപ്പിച്ച് പതഞ്ഞു വരുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് തേങ്ങയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഏത്തപ്പഴം ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഏത്തപ്പഴം ഒന്ന് വേകുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചെറി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കുറച്ച് നുറുക്കിയ കശുവണ്ടി ചേർക്കുക. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസാണ് ഇതിലെല്ലാം ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർക്കുക. എള്ള് വളരെ ഗുണമുള്ളതാണ്, ധാരാളം കാൽഷ്യം കണ്ടന്റ് ഉണ്ട്. മുതിർന്നവർക്കും നല്ലതാണ് എള്ള് കഴിക്കുന്നത്. അപ്പോൾ എള്ളും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക നല്ലതുപോലെ. ഇനി ഈ ഫില്ലിങ്ങിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 2 പിഞ്ച് ഉപ്പ് നന്നായിട്ട് തൂവിയതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. എല്ലായിടത്തും ഉപ്പ് നല്ലതുപോലെ മിക്സ് ആവണം. അപ്പോൾ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി എണ്ണ തടവിയതിന് ശേഷം ബാറ്ററിൽ നിന്ന് 1-1.5 സ്പൂണോ കോരി ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കരുത്, ആവശ്യത്തിന് മാത്രം ചേർക്കുക. പരത്തി ഇട്ട് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രം ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി പാൻ കേക്കിൻ്റെ ഒരരിക് മറ്റരികുമായിട്ട് യോജിപ്പിക്കുക. ഇതുപോലെ ഹാഫ് ഷേപ്പ് ആക്കുക. അതിനുശേഷം ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അരികിലെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ലോക്കാകാൻ വേണ്ടിയിട്ടാണ്, പൊട്ടിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ഗീയോ ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കാവുമ്പോൾ ഗീ ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് താഴെ ഭാഗം നല്ലതുപോലെ മൊരിയുന്നത് വരെ ഫ്രൈ ചെയ്യാം. മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. ഈ സമയത്ത് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിടുക. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. താഴെ ഭാഗം നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ വരുമ്പോൾ കൊടുക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണിത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉണ്ടാക്കാം. കുട്ടികൾ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഫില്ലിങ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ നമ്മൾക്ക് ഗസ്റ്റ് ആരെങ്കിലും വന്നാലും നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.